എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റീറ്റെയിൽ ബാങ്കിങ്ങിനെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ റീറ്റെയിൽ ബാങ്കിംഗ് ലോകം ഒരു യുദ്ധക്കളം പോലെയാണ്. ഒരു വശത്ത് ടെക്നോളജി, മറുവശത്ത് പുതിയ എതിരാളികൾ, പിന്നെ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ശീലങ്ങൾ. ഇതെല്ലാം ചേർന്ന് ബാങ്കുകൾക്ക് വലിയ വെല്ലുവിളികളാണുണ്ടാക്കുന്നത്. അപ്പോ ഈ പ്രതിസന്ധികളെയൊക്കെ ബാങ്കുകൾ എങ്ങനെയാണ് നേരിടുന്നത്? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റോഡ് മാപ്പ്. ആദ്യം നമ്മൾ ഈ ബാങ്കിംഗ് ബാറ്റിൽഫീൽഡ് എന്താണെന്ന് നോക്കും. പിന്നെ ടെക്നോളജി എങ്ങനെ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാകുന്നു എന്ന് കാണും. അത് കഴിഞ്ഞ് കസ്റ്റമേഴ്സും പുതിയ എതിരാളികളും എങ്ങനെയാണ് കളിയിലെ നിയമങ്ങൾ മാറ്റുന്നതെന്ന് ചർച്ച ചെയ്യും. പിന്നെ വരുന്നത് റെഗുലേറ്ററി കാര്യങ്ങളാണ്. അവസാനം ഈ വെല്ലുവിളികളെയൊക്കെ നേരിടാൻ ബാങ്കുകൾ എന്തൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ കാണും. അപ്പൊ തുടങ്ങുന്നതിന് മുൻപ് നമുക്കെല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ഈ റീറ്റെയിൽ ബാങ്കിംഗ് എന്ന് സിമ്പിളായിട്ട് പറയാം. ഇത് വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കുള്ള ബാങ്കിംഗ് അല്ല, മറിച്ച് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സേവിങ്സ് അക്കൗണ്ടുകൾ, പേഴ്സണൽ ലോണുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, പിന്നെ ഇപ്പോ സാധാരണയായ ഇന്റർനെറ്റ് ബാങ്കിംഗ്, ഇതെല്ലാമാണ് റീറ്റെയിൽ ബാങ്കിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ദ റീറ്റെയിൽ ബാങ്കിംഗ് ബാറ്റിൽഫീൽഡ്. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു പോർക്കളം എന്ന് വിളിക്കുന്നത്? കാരണം ഇന്നത്തെ ബാങ്കുകൾ നേരിടുന്ന സമ്മർദ്ദങ്ങൾ ഒന്നോ രണ്ടോ അല്ല, പല ഭാഗത്തുനിന്നും ഒരേ സമയമാണ് വരുന്നത്. എന്തൊക്കെയാണ് ആ പ്രഷറുകളെന്ന് നമുക്ക് നോക്കാം. ഈ ലിസ്റ്റ് ഒന്ന് നോക്കിയേ. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങളുടെ ഒരു ഗൗരവം മനസ്സിലാകും. ഒന്നാമത്തേത് കടുത്ത മത്സരം, പിന്നെ ടെക്നോളജി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, സൈബർ സെക്യൂരിറ്റി ഭീഷണികൾ, നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ കൂടുന്നത്, പിന്നെ തീർച്ചയായും നിയമപരമായ നൂലാമാലകൾ. അതുമാത്രമല്ല, കിട്ടാക്കടം അഥവാ NPA കൂടുന്നത്, പ്രവർത്തന ചെലവ്, ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോവുകയാണ്. കണ്ടില്ലേ, ഇതൊരൊറ്റ പ്രശ്നമല്ല, പല ഭാഗത്തു നിന്നുമുള്ള ഒരു അറ്റാക്ക് പോലെയാണ്. ശരി, അപ്പോ ഈ വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. അതാണ് ടെക്നോളജി. ടെക്നോളജിയെ ഒരു ഇരുതലമൂർച്ചയുള്ള വാൾ എന്ന് പറയാം. കാരണം ഇത് ബാങ്കിങ്ങിലെ ഏറ്റവും വലിയ സഹായവുമാണ്, അതേസമയം ഏറ്റവും വലിയ തലവേദനയുമാണ്. ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്നല്ലേ? ഒരു വശത്ത് നോക്കൂ, ടെക്നോളജി കാരണം നമുക്കെന്ത് സൗകര്യമാണ്. മൊബൈൽ ആപ്പിലൂടെ 24 മണിക്കൂറും ബാങ്കിംഗ്, എല്ലാം വിരൽത്തുമ്പിൽ. ഇത് ബാങ്കുകൾക്ക് വലിയൊരു അനുഗ്രഹം തന്നെ. പക്ഷെ മറുവശത്ത് നോക്കുമ്പോഴോ, ഈ സൗകര്യങ്ങൾ ഒരുക്കാൻ ബാങ്കുകൾക്ക് ഭീമമായ പണം ചിലവാകുന്നുണ്ട്. അവരുടെ പഴയ കമ്പ്യൂട്ടർ സിസ്റ്റംസ്, അതായത് ലെഗസി സിസ്റ്റംസ് മാറ്റി പുതിയത് സ്ഥാപിക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള പുതിയ ടെക്നോളജികൾ കൊണ്ടുവരണം. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് കൂടെ ഓടിയെത്താൻ വലിയൊരു മുതൽമുടക്ക് തന്നെ വേണം. ടെക്നോളജിയുടെ മറ്റൊരു ഇരുണ്ട വശം കൂടിയുണ്ട്. അതാണ് സൈബർ സെക്യൂരിറ്റി. നമ്മൾ എത്രത്തോളം ഡിജിറ്റലാകുന്നു, അത്രത്തോളം അപകടസാധ്യതയും കൂടുകയാണ്. ഫിഷിംഗ് സ്കാംസ്, മാൾവെയർ, റാൻസംവെയർ അറ്റാക്കുകൾ, ഡേറ്റാ ബ്രീച്ചുകൾ, ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളല്ലേ? ലക്ഷക്കണക്കിന് ആളുകളുടെ പണവും വ്യക്തിഗത വിവരങ്ങളും സുരക്ഷിതമായി വയ്ക്കുക എന്നത് ബാങ്കുകളെ സംബന്ധിച്ച് ഒരു നിമിഷം പോലും വിശ്രമമില്ലാത്ത ഒരു ജോലിയാണ്. അപ്പോ ടെക്നോളജി ഒരു വലിയ കളിക്കാരനാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ കളിയിലെ നിയമങ്ങൾ മാറ്റിയെഴുതുന്നത് ടെക്നോളജി മാത്രമല്ല. വേറെ രണ്ട് പ്രധാന ശക്തികൾ കൂടിയുണ്ട്. ഒന്ന്, നമ്മളായ കസ്റ്റമേഴ്സ്. രണ്ട്, വളരെ വേഗത്തിൽ വളരുന്ന പുതിയ എതിരാളികൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കെല്ലാം 24/7 ബാങ്കിംഗ് വേണം. ആപ്പുകൾ വളരെ സ്മൂത്തായിരിക്കണം. പേഴ്സണലൈസ്ഡ് ഓഫറുകൾ കിട്ടണം. എല്ലാ ഫീസുകളും ചാർജുകളും സുതാര്യമായിരിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ പരിഹാരം വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ ഉപയോഗിക്കുന്ന അതേ ലാഘവത്തോടെ ബാങ്കിംഗ് സേവനങ്ങളും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് ബാങ്കുകൾക്ക് വലിയൊരു പ്രഷറാണ്. കസ്റ്റമേഴ്സിന്റെ ഈ കൂടിയ പ്രതീക്ഷകൾ മുതലെടുക്കാൻ പുതിയൊരു തരം എതിരാളി രംഗത്തുണ്ട്. അതാണ് ഫിൻടെക്. അപ്പോ എങ്ങനെയാണ് ഈ ഫിൻടെക് കമ്പനികൾ ഇത്ര പെട്ടെന്ന് ആളുകളെ ആകർഷിക്കുന്നത്? അവരുടെ തന്ത്രം വളരെ സിമ്പിളാണ്. ഒന്ന്, അവരെ മൊബൈൽ ഫസ്റ്റ് ആണ്. അതായത് എല്ലാം സ്മാർട്ട് ഫോണിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമതായി, എല്ലാം വളരെ വേഗത്തിലാണ്. പേപ്പർ വർക്കുകളൊന്നുമില്ലാതെ മിനിറ്റുകൾക്കുള്ളിൽ അക്കൗണ്ട് തുറക്കാം, ലോൺ കിട്ടും. പിന്നെ അവരുടെ പ്രവർത്തന ചെലവ് കുറവായതുകൊണ്ട് ഫീസുകളും കുറവായിരിക്കും. ബൈ നൗ പേ ലേറ്റർ പോലുള്ള പുതിയ ഐഡിയകൾ കൊണ്ടുവരുന്നതും അവരാണ്. ഇതെല്ലാം കാണുമ്പോൾ പരമ്പരാഗത ബാങ്കുകൾ ശരിക്കും വിയർക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വലിയ വെല്ലുവിളിയിലേക്ക് വരാം. അതൊരു തരം നിയമങ്ങളുടെ ഒരു വലയാണ്, അല്ലെങ്കിൽ ഒരു മേസ്. അതാണ്
റെഗുലേറ്ററി കംപ്ലയൻസ്. ഇത് വളരെ സങ്കീർണമാണ്, ചിലവേറിയതാണ്, ഒരു ചെറിയ തെറ്റുപോലും പറ്റാൻ പാടില്ലാത്ത ഒരു മേഖല കൂടിയാണ്. റെഗുലേറ്ററി കംപ്ലയൻസ് എന്ന് പറയുമ്പോൾ അത് വെറുതെ കുറെ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു ഏർപ്പാടല്ല. അതിലും വലുതാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ ഈ നിയമങ്ങളാണ്. ആളുകൾക്ക് ബാങ്കിംഗ് സിസ്റ്റത്തിലുള്ള വിശ്വാസം നിലനിർത്തുന്നത് ഇതാണ്. അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അത് കോടിക്കണക്കിന് രൂപയുടെ പിഴയ്ക്കും ബാങ്കിന്റെ സൽപ്പേരിന് തന്നെ വലിയ കോട്ടം തട്ടാനും കാരണമാകും. ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട റെഗുലേഷൻസ് നോക്കാം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് KYC, അതായത് നോ യോർ കസ്റ്റമർ. ഇത് കള്ളപ്പണം തടയാനുള്ള AML അഥവാ ആന്റി മണി ലോണ്ടറിംഗ് നിയമങ്ങളുടെ ഭാഗമാണ്. പിന്നെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് ഉണ്ട്. കൃഷി, ചെറുകിട വ്യവസായം പോലുള്ള പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് ബാങ്കുകൾ നിർബന്ധമായും വായ്പ നൽകണമെന്ന് പറയുന്ന നിയമമാണിത്. അതുപോലെ ബാസൽ 3 നോംസ്. ഇത് ബാങ്കുകൾക്ക് സാമ്പത്തികമായി എന്താഘാതം വന്നാലും അതിജീവിക്കാൻ കെൽപ്പുണ്ടെന്ന് ഉറപ്പാക്കാനാണ്. ഈ ഓരോ നിയമവും പാലിക്കുന്നതിന് അതിന്റേതായ ചെലവും സങ്കീർണതയുമുണ്ട്. അപ്പോ ഒരു വശത്ത് ടെക്നോളജിയുടെ വെല്ലുവിളി, മറുവശത്ത് കസ്റ്റമേഴ്സിന്റെയും ഫിൻടെക്കിന്റെയും സമ്മർദ്ദം, ഒപ്പം നിയമങ്ങളുടെ നൂലാമാലകളും. ഈ 3 ഭാഗത്തു നിന്നുമുള്ള അറ്റാക്കിനെ ബാങ്കുകൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അവർ വെറുതെ ഇരിക്കുകയല്ല, അവർക്കുമുണ്ട് അവരുടേതായ ഒരു സ്ട്രാറ്റജിക് പ്ലേബുക്ക്. നമുക്കതൊന്ന് നോക്കാം. ബാങ്കുകളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്ന് ഡേറ്റാണ്. അതെ, നമ്മുടെയൊക്കെ ഡേറ്റ. ഡേറ്റ അനലിറ്റിക്സ് ഉപയോഗിച്ച് നമ്മുടെയെല്ലാം സാമ്പത്തിക ഇടപാടുകൾ, ഷോപ്പിംഗ് രീതികൾ, ഓൺലൈൻ പെരുമാറ്റം ഒക്കെ അവർ പഠിക്കും. എന്തിനാണെന്നോ? നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സേവനങ്ങൾ കൃത്യസമയത്ത് നൽകാൻ. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഓൺലൈനിൽ ഒരു പുതിയ കാറിനെക്കുറിച്ച് കൂടുതൽ തിരയുന്നു എന്ന് കരുതുക. ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഒരു അടിപൊളി കാർ ലോൺ ഓഫറുമായി ഒരു കോൾ വരും. അതാണ് ഡേറ്റ അനലിറ്റിക്സും പേഴ്സണലൈസേഷനും. അപ്പോ എല്ലാവരും ഓൺലൈനായ സ്ഥിതിക്ക് ബാങ്ക് ബ്രാഞ്ചുകൾക്ക് ഇനി എന്ത് പ്രസക്തി എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം, അല്ലേ? പക്ഷെ ബാങ്കുകൾ ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടുകയല്ല, പകരം അവയുടെ റോല് മാറ്റുകയാണ്. വെറുതെ പണമിടാനും എടുക്കാനും മാത്രമല്ല, ഇപ്പോൾ ബ്രാഞ്ചുകൾ ഉപദേശ കേന്ദ്രങ്ങളായി മാറുകയാണ്. അതായത് ഒരു വീട് വെക്കാനുള്ള ലോണിനെക്കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളെക്കുറിച്ച് അറിയാൻ, അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾക്ക് ആളുകൾക്ക് നേരിട്ട് വന്ന് സംസാരിക്കാനുള്ള ഒരിടം. അതാണ് പുതിയ ബ്രാഞ്ചുകൾ. ബാങ്കുകളുടെ മറ്റൊരു വലിയ തലവേദനയാണ് കിട്ടാക്കടം അഥവാ നോൺ പെർഫോമിംഗ് അസറ്റ്സ് NPA. ഇത് തിരിച്ചുപിടിക്കാൻ അവർക്ക് കൃത്യമായ ഒരു നടപടിക്രമമുണ്ട്. സ്റ്റെപ്പ് 1: ആദ്യം സോഫ്റ്റ് റിമൈൻഡറുകൾ, SMS, ഫോൺ വിളികൾ, കത്തുകളൊക്കെ അയക്കും. സ്റ്റെപ്പ് 2: ചർച്ചകൾ. ലോൺ റീസ്ട്രക്ചർ ചെയ്യാനോ സെറ്റിൽമെന്റ് ചെയ്യാനോ ശ്രമിക്കും. അതും നടന്നില്ലെങ്കിൽ സ്റ്റെപ്പ് 3: നിയമ നടപടികൾ. സർഫേസി ആക്ട് പോലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ഈടുവെച്ച സ്വത്തുകൾ കണ്ടുകെട്ടും. അവസാനമായി സ്റ്റെപ്പ് 4: ഇത് സിബിൽ പോലുള്ള ക്രെഡിറ്റ് ബ്യൂറോകളെ അറിയിക്കും. അതോടെ ആ വ്യക്തിക്ക് ഭാവിയിൽ ലോൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാകും. അപ്പോ ഈ യുദ്ധത്തിൽ വിജയിക്കാൻ ഒരൊറ്റ മാന്ത്രിക വടിയില്ല. വിജയമെന്നത് പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിലാണ്. 1. ഡിജിറ്റൽ രംഗത്തേക്ക് പൂർണ്ണമായും മാറുക. 2. എന്ത് ചെയ്താലും അതിന്റെ കേന്ദ്രത്തിൽ കസ്റ്റമർ ആയിരിക്കണം. 3. ഫിൻടെക്കുകളെ ശത്രുക്കളായി കാണാതെ അവരുമായി സഹകരിക്കാനുള്ള വഴികൾ കണ്ടെത്തുക. 4. റെഗ്ടെക്, അതായത് റെഗുലേറ്ററി ടെക്നോളജി ഉപയോഗിച്ച് നിയമങ്ങൾ പാലിക്കുന്നത് എളുപ്പമാക്കുക. എല്ലാത്തിനും മുകളിൽ മികച്ച സേവനം നൽകി ആളുകളുടെ വിശ്വാസം നേടിയെടുക്കുക. ഇതാണ് അതിജീവനത്തിനുള്ള വഴി. അവസാനമായി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ടെക്നോളജി ഇനിയും ഒരുപാട് വളരും, നമ്മുടെ ആവശ്യങ്ങളും മാറും. അങ്ങനെയെങ്കിൽ ഭാവിയിലെ ഒരു ബാങ്കിന് ശരിക്കും ഒരു ഫിസിക്കൽ ബ്രാഞ്ചിന്റെ ആവശ്യമുണ്ടാകുമോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് റീറ്റെയിൽ ബാങ്കിങ്ങിന്റെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി.